രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോയ ജീപ്പ് തടഞ്ഞു നിർത്തി അതിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. KSRTC ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തി. അതൊക്കെ വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഞങ്ങൾ അറിഞ്ഞെത്തി അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സ്ഥലത്തും അങ്ങനെ പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടില്ല. താങ്കൾ തന്നെ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ കാലഹരണപ്പെട്ട രീതികളല്ലേ? ഇതൊക്കെ കൂടുതൽ സംഘടന എന്ത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ സമരം ചെയ്യുന്നത് അതിനെയൊക്കെ പൊതുജനമധ്യത്തിൽ അപഹസിക്കപ്പെടാൻ സാധ്യതയുള്ളതല്ലേ? കാരണം നിങ്ങളെ ഉദ്ദേശശുദ്ധിയെ വരെ ചോദ്യം ചെയ്യില്ലേ ഇതുപോലുള്ള താങ്കളുടെ ഭാഷയിൽ പറഞ്ഞ ഒറ്റപ്പെട്ട സംഭവങ്ങൾ? ശരിയാണ്. ഇങ്ങനെ അക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പണിമുടക്കിന് വേണ്ടി ഞങ്ങൾ നടത്തിയിട്ടുള്ള എഫേർട്ട് അതിന്റെ ഗ്രേസ് ആണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷെ വെല്ലുവിളിയായി ചില സന്ദർഭത്തിൽ പണിമുടക്ക് സന്ദർഭത്തിൽ അതേവരെ കാറ് ഷെഡിലിട്ട ആള് അന്നത്തെ ദിവസം വായുഗുളിക മേടിക്കാൻ വേണ്ടി വരും. അത് എന്നിട്ട് ഈ പണിമുടക്ക് ആളുകൾ അത് മാറി എവിടെയെങ്കിലും പോയാൽ മതി, അതിന്റെ മുമ്പിലേക്ക് വന്ന് എന്നെ കയറ്റും, എനിക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം വേണമെന്ന് പറയും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഒറ്റപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് നേതൃത്വം ഇത് ആഹ്വാനം ചെയ്യുന്നവരൊന്നും ഉദ്ദേശിച്ചിട്ടുള്ള കാര്യമല്ല. ആ കോൺസിക്വൻസ് പണ്ട് ഉണ്ടായിരുന്നതൊക്കെ ഇപ്പൊ പരമാവധി ലഘൂകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ കാണേണ്ടതും പണിമുടക്കിൽ കേരളം മാത്രമായി നിശ്ചലമായി വേറെ സ്ഥലത്തില്ല അല്ലെങ്കിൽ ചെയ്തില്ല. പണിമുടക്ക് തൊഴിൽ മേഖലയിലൊക്കെ വ്യാപകമായിരുന്നു. എന്നാൽ ട്രേഡ് യൂണിയനുകൾക്ക് അത്ര സ്ട്രോങ് അല്ലാത്ത സ്ഥലങ്ങളിൽ വിഷയം നടന്നിട്ടുണ്ട്. കർഷകർ ഒരു കൊല്ലം നീണ്ട സമരം നടന്നല്ലോ. ആ സമരത്തെ മാധ്യമങ്ങൾക്ക് തള്ളി പറഞ്ഞു. ആ കർഷകരോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത MSP എന്ന് പറയുന്ന മാർജിനൽ സപ്പോർട്ട് പ്രൈസ് ഇതേവരെ ഗവൺമെന്റ് തീരുമാനിച്ചില്ലല്ലോ. എന്താ തീരുമാനിക്കാത്തത്? 10 തൊഴിലാളി ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാം എന്നുള്ളത് എന്തിനാണ് 40 ആക്കണത്? ആരോട് ചോദിച്ചിട്ടാണ് അത് ചെയ്യുന്നത്? നേരത്തെ ജോസഫ് ഇവിടെ പറഞ്ഞു 300 തൊഴിലാളിയാണ്, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ പവറും എടുത്തു കളയാണ്. കൺസിലിയേഷൻ ഓഫീസറെ വെറും നോക്കുകുത്തിയായിട്ട് മാറ്റുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായി ലേബർ കോഡുകൾ കൊണ്ടുവന്നിട്ട് തൊഴിലാളികളെ പണിയെടുക്കാത്ത, ഞാൻ ചോദിക്കട്ടെ, പ്രൊഡക്ടിവിറ്റിനെ ഇൻസെന്റീവ് കൊടുക്കുമ്പോൾ തൊഴിലാളിക്കല്ലേ കൊടുക്കണ്ടേ ഇൻസെന്റീവ്? ഇനി മുതലാളിക്ക് കൊടുത്തു, അതിന്റെ 4-ലൊന്നെങ്കിലും തൊഴിലാളിക്ക് കൊടുക്കേണ്ട കാര്യം ആലോചിക്കണ്ടേ? അപ്പൊ ഈ പ്രകോപനം ഉണ്ടാവുമോ? അങ്ങനെയൊന്നും ആലോചിക്കാതെ ഉഴുതുമറിച്ച പോലെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നത് രാറ്റയും പെരലയും അംബാനിയും ഒന്നും അല്ല. ഞങ്ങൾ കണ്ടിട്ടില്ല അവരൊന്നും പോയി വോട്ട് ചെയ്യുന്നത്. അവർ കാശ് കൊടുക്കും, അവർ മതിൽ പൊളിച്ചും കാശ് കൊടുക്കും, ഗേറ്റ് പൂട്ടിയിട്ടും കാശ് കൊടുക്കും, മതിൽ ചാടിയും കാശ് കൊടുക്കും. അതൊക്കെ മേടിച്ചു വയ്ക്കും. അവർക്ക് വേണ്ടി ഇഷ്ടംപോലെ കാര്യമാണ്. 16,000 കോടി രൂപ ദേശീയ ബാങ്കുകളിൽ നിന്ന് എഴുതി അങ്ങ് തള്ളിക്കൊടുത്തു വായ്പ എടുത്തത്. സാധാരണക്കാരനാണെങ്കിലോ സാധാരണക്കാരന്റെ വായ്പ വർദ്ധാൽ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്യാൻ വരും. അങ്ങനെയാണ് ചെയ്യുന്നത്.